നാത്തൂനെ എന്താണ് നാത്തൂനെ? ഇവിടുന്ന് 2 കെട്ടിയന്മാരും കൂടെ വള്ളംകളി എന്ന് പറഞ്ഞോണ്ട് നേരം വെളുത്തപ്പോ ഇറങ്ങിപ്പോയതാണ്. ജയിച്ചാ തോറ്റ ഒരു വിവരവും ഇല്ല. നേരാണല്ലോ. അതുങ്ങൾ വരുമ്പോ ഒരു നേരാവും. നീ നിന്റെ പാട് നോക്ക്. നിന്റെ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞോടിയേ? എവിടെ കഴിയാൻ? അന്നേരം ആരും നമുക്ക് ഈ ചിക്കിന്നാരം പറഞ്ഞോണ്ട് വന്നില്ലേ? ആര്? നമ്മുടെ അപ്പുറത്തൊരു അമ്മ. ആണാ? അവൾ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞെന്നാ? ആ ബാബു ഡോക്ടർ മരിച്ചുപോയെന്ന്. എന്നിട്ട് നീളെ കാണാൻ പോയില്ലേ? ഞാനെങ്ങും പോയില്ല. അങ്ങനെ എപ്പ കാണാൻ പോയാലും 200 രൂപ ഫീസ് കൊടുക്കണം. വേറൊരു കാര്യം പറയാനാ വന്നത്. അവള് പറഞ്ഞേ പുതുപ്പറമ്പല്ലേ രമേശനില്ലേ, അവന്റെ പെണ്ണുമ്പിള്ള ഒളിച്ചോടി പോയെന്ന്. ആ ചെറുക്കൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അവൾക്ക് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നിരിക്കും അല്ലേ അവന്? പിന്നെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ആ പെണ്ണുമ്പിള്ള പോയപ്പോ അവന്റെ പായും തലയും കൂടെ എടുത്തോണ്ടാ പോയത്. എന്റെ ഒന്ന് ചേച്ചിമാരെ, നിങ്ങള് ഇവിടെ അച്ചോച്ച് കളിക്കുവാന്നോ? എന്താണ് നിങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യം വല്ലതും അറിഞ്ഞോ? പെണ്ണുമ്പിള്ള പായം കൊണ്ട് പോയതല്ലേ, അതറിഞ്ഞു. പായം കൊണ്ടുപോയ കാര്യമൊന്നും അല്ല. നമ്മുടെ വിമൽകുമാർ ജയിച്ച്. ശാന്തയുടെ മോൻ 10ാം ക്ലാസ് എഴുതി. ശാന്തയുടെ മോൻ വിമൽകുമാർ അല്ല. പിന്നെ നീ ഇത് ഏത് കാര്യ പറയണത്? നിങ്ങള് കെട്ടിയന്മാർ രാവിലെ തുഴയാൻ പോയതല്ലേ, അത് ജയിച്ച് അവരിപ്പോ ട്രോഫിയും കൊണ്ട് ഇങ്ങ് വരും. എന്താണ് ഒരു അച്ഛ വെച്ചത്? അല്ല, ഒരു അശോ ബാലൻസ് ഉണ്ടായിരുന്നു. ഈ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ. വേണ്ടല്ല. അവര് വരുന്നുണ്ട്. അതെ അതെ, ആ പണ്ടാരാദ്യം വായിന്ന് മാറ്റി, എന്നിട്ട് എന്തെങ്കിലും പറ. അർച്ചന ക്ലബിന്റെ ആദ്യത്തെ ട്രോഫി നമ്മൾ അടിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഇളയളിയന്റെ തുഴ കൊണ്ട് മാത്രമാണ് നമ്മൾ ജയിച്ചത്. പറയാതിരിക്കാൻ വയ്യ. അല്ല, അമരത്തിലാരാ? എത്ര നാളെ വള്ളം കളിക്ക് പോടാ. ആ മരത്തിൽ ആരാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? മമ്മൂട്ടി. നമ്മുടെ വള്ളത്തിന്റെ അമരത്തിലാരാ? അത് മൂത്തളിയൻ. അപ്പൊ മൂത്തളിയന്റെ ക്രെഡിറ്റ് കൊണ്ടല്ലേ നമ്മുടെ വള്ളം ജയിച്ചത്. എന്നാലും ഒന്നാം തുഴക്കാനായിട്ട് കുഞ്ഞളിയായിരുന്നു തുഴഞ്ഞുകൊണ്ടാ നമ്മുടെ വള്ളം അടിച്ചു കയറിയത്. അത് ശരിയാ. ഒരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ ഉണത്തി ഇങ്ങനെയല്ലേ ഉണ്ട്. പക്ഷെ അളിയൻ അതെ, നമ്മളെ വെള്ളം തോക്കണ്ടതായിരുന്നു. മറ്റേ വെള്ളത്തിനായിട്ട് ഇങ്ങനെ കട്ടക്ക് വന്നായിരുന്നു. അപ്പോഴാണ് പിന്നെ നമ്മളെ ആശാന മുണ്ടെടുത്തിട്ട് ഒറ്റയേറി അവരുടെ മുഖത്ത് വീണ് അവരുടെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് പോയി. അതാണെന്ന് പറ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പുറയിരിക്കുന്ന വെള്ളത്തിയാരുടെ അമരത്തിന്റെ മുഖത്ത് ഒരു തുണി വന്ന് വീണേക്കണം. അത് അളിയന് മത്സരിച്ച ആളല്ലേ, അതിന്റെ ചെറിയൊരു ടെക്നിക്കല്ലേ. അപ്പൊ അളിയന്റെ അഴിഞ്ഞു പോയ മുണ്ടിന് തകർത്തോ. അവിടെ നിക്കട്ടെ. സമ്മാനം കിട്ടി വള്ളം കളിക്ക് പോയിട്ട് ഇതെന്താണ് ഇങ്ങനെ? ശരി, നിനക്കത് മനസ്സിലായില്ലേ? നമ്മുടെ വള്ളത്തിലെ ഇടിയനാണ് ഈ പുള്ളി. ഈ പുള്ളി ഇങ്ങനെ ഇടിക്കുമ്പോ ഒരു താളമുണ്ട്. ആ താളത്തിനനുസരിച്ച് തുഴക്കാര് തുഴഞ്ഞുകൊണ്ടല്ല നമ്മുടെ വള്ളം അടിച്ചു കയറിയത്. അതെ, നമ്മുടെ വള്ളം കളി കഴിഞ്ഞ് ട്രോഫിയും കിട്ടി. പിന്നെന്തിനാ ഈ ആക്ഷൻ കാണിക്കുന്നത്? അതെ, നമ്മള് പ്രാക്ടീസ് തുടങ്ങിയിട്ട് 6 മാസമല്ല. അപ്പൊ വള്ളം കളി കഴിഞ്ഞാൽ അതിന്റെ ഹാങ് ഓവർ അങ്ങോട്ട് മാറില്ല. അതാണ്. അയ്യോ, എന്നാ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നിട്ട് നിർത്തിയാൽ മതി. അതെന്താണ്? അല്ല, പെരമണി കിടക്കണ്ട. ആ തിണ്ണയുടെ പണി പൂർത്തിയായിട്ടില്ല. അതൊന്ന് ഇടിച്ച് ശരിയാക്കി ഒന്ന് ലെവലാക്കി തന്നെ. ഒരാഗ്രഹമല്ലേ അതായത്. പ്രസിഡന്റ് ഇങ്ങനെ വള്ളം കളി കൊണ്ട് നടന്നു. പഞ്ചായത്തിലേക്കൊന്നും വരണില്ല. ഞങ്ങളുടെ തൊഴിലുറപ്പിന്റെ കാശ് റെഡിയാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ 2 മാസം ലീവ് എടുത്തിട്ടല്ലേ വള്ളം കളിക്ക് പോയത്. എനിക്കും കിട്ടാനുണ്ട്. നിനക്കും കാശ് ഞാൻ വാങ്ങിച്ചു തരാം, നിനക്കും വാങ്ങിച്ചു തരാം. ഇപ്പൊ പോ. മര്യാദക്ക് നാളെ പഞ്ചായത്ത് വന്ന് എന്റെ ലോണ് റെഡിയാക്കി തന്നിട്ടു. അതെ, എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ശരി, എന്റെ കുഞ്ഞളിയൻ തുഴയുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ ട്രോഫിക്ക് അവകാശി അളിയനാണ്. എന്റെ കുഞ്ഞളിയാ, എന്നെ വെറുതെ പുകഴ്ത്തല്ലേ. വല്യളിയമ്പിടി അളിയന്മാര് തമ്മിൽ ചിന്തന കളി കളിക്കാണ്ട് ഫുള്ളിരിക്കൽ പൊട്ടിച്ചടിക്കാൻ ഞാൻ ഒഴിക്കാം. വേണ്ട, നീ ഒഴിക്കണ്ട. നീ ഒഴിച്ചാൽ നിനക്ക് മാത്രം കൂടുതൽ ഒഴിക്കോളൂ. ഞാൻ ഒഴിച്ചോളാം. വേണ്ട, പ്രസിഡന്റ് ഒഴിക്കണ്ട. അല്ലെങ്കിൽ തന്നെ കള്ളക്കണക്ക് എഴുതുന്നത്. ഇതിനും കള്ളത്തരം കാണും. ഒഴിക്കാൻ അറിയുമെന്ന് ഞാൻ ഒഴിച്ചുതരാം. അതാണ് നല്ലത്. ഇത് കുടിക്കാനുള്ളതാണ്, അല്ലാണ്ട് തളിക്കാനുള്ളതല്ല. അമ്മാമ്പഴ ഞാൻ അത് ഒഴിച്ചുതരാം. ഒട്ടിച്ചൊഴി. ഒഴിച്ചോ. കറക്റ്റായിട്ട് ഒഴിക്കണേ. എന്താടി? ഇവർക്ക് ചോറ് കൊടുക്കണം. പിന്നെ ചോറ് കൊടുക്കണ്ടേ? കറിവയ്ക്കാൻ മുളക് പൊടിയില്ല. അതിന് ഞാൻ എന്ത് വേണം? പോയി മുളക് പൊടിപ്പിച്ചോണ്ടോ. ഈ സമയത്ത് ആ പോണ ഒരു ഫുള്ളേ ഉള്ളു. ഞാൻ പോണ ഒരു ഫുൾ അടിച്ച് തീർന്നു. കറിവയ്ക്കാൻ എന്ത് ചെയ്യണം? മുളക് പൊടിക്കും. മുളക് പൊടിക്കണം. ഇടൊന്ന് നീ അകത്തി എന്നിട്ട് ആ 1 കിലോ അലക്കെ ആ മുളകും കൂടി എടുത്തോണ്ട് പോവാ. നിങ്ങൾ പൊടിച്ചു തരുവാ? പൊടിക്കാനുള്ള വഴിയാണ് ഈ മനുഷ്യൻ. അല്ല, ഒരു കാര്യം
ഏതൊക്കെയില്ലേ പ്രസിഡന്റ് ഒരെണ്ണം അടിക്കട്ടാ. വേണ്ട വേണ്ട വേണ്ട. അതെ, ഒരു കാര്യം എനിക്ക് പറയാൻ, പ്രസിഡന്റ് ഏതായാലും നമ്മുടെ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണല്ലോ. ഇപ്പൊ എന്റെ വൈഫിന്റെ വീടിനടുത്ത് അത്യാവശ്യമായിട്ടൊരു പാലം വേണം. എവിടെയാ വൈഫിന്റെ വീട്? 14 വാർഡില്. 14 വാർഡിൽ അവിടെ പുഴയില്ലല്ലോ, പിന്നെ എന്തിനാ പാലം? അന്നൊരു പുഴയും കൂടി. ശരി, ഞാൻ കമ്മിറ്റിയിലൊന്ന് പഞ്ചായത്തിൽ പറഞ്ഞൊന്ന് അറേഞ്ച് ചെയ്യണം. അതെ, ഞാൻ കഴിക്കത്തില്ല. ഞാൻ കഴിക്കണേ ലാസ്റ്റ് ഒരെണ്ണം കഴിച്ചോളാം. അതെ, ലാസ്റ്റ് ഒരെണ്ണം കഴിച്ചോളാം. എന്തായാലും ആക്ഷൻ കാണിക്കല്ലേ. ഇത് പിടിച്ച് എടുത്തടി. ഒരു ബാലൻസ് ആയി. ആയിക്കോട്ടെ, നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. അതെ, വർഷത്തിലൊരിക്കലല്ലേ വള്ളംകളിയുണ്ട്. ഇപ്പൊ നമുക്ക് സ്ഥിരം പൊടിപ്പിക്കാൻ ഒരു മില്ല് കൂടി ആയില്ലേ. പിന്നെ വേറെ കാര്യം നിങ്ങൾക്കറിയാം എന്താണ്? നമ്മൾ ഈ സായും ആട്ട സാധനമൊക്കെ അല്ലേ അടിക്കുന്നത്. നിങ്ങളെ സ്കോച്ച് അടിച്ചിട്ടുണ്ട്? സ്കോച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, അടിച്ചിട്ടില്ല ഇതുവരെ. സ്കോച്ച് അടിച്ചിട്ടുണ്ട്? ഇല്ല, അടിച്ചിട്ടില്ല. എടാ, നീ അടിച്ചിട്ടുണ്ടോ സ്കോച്ച്? നീ അടിച്ചിട്ടുണ്ടോ സ്കോച്ച്? സ്കോച്ച് അടിച്ചിട്ടുണ്ടാ? ഞാൻ കോച്ചി പിടിച്ചിരുന്നിട്ടുണ്ട്. കോച്ച് പിടിച്ചിരിക്കാനില്ല. സ്കോച്ച് അടിക്കണം എങ്ങനെയാണെന്നറിയാം, കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരും. ആദ്യം ഗ്ലാസ് എടുക്കുക, സ്കോച്ച് ഒഴിക്കുക, വെള്ളം എടുക്കുക, ഒഴിക്കുക. കൊര വരുവാ? കൊരവല്ല, നൊര വരും. എന്നിട്ട് നമ്മള് ടങ്ങ ടങ്ങ ടങ്ങനെ പറഞ്ഞു. ആദ്യത്തെ മുളക് പൊടി പൊടിഞ്ഞിട്ടുണ്ടേ. അടിച്ച പോലെ സൂപ്പറായിട്ടുണ്ട് കേട്ടാ. പിന്നെ ആ മല്ലിയും കൂടി ഇങ്ങോട്ട് എടുത്തോടി. മല്ലിയാ? പിന്നെ നമ്മൾ ഒരെണ്ണം അടിച്ചു കഴിയുമ്പോണ്ടല്ല, സ്കോച്ചിന്റെ രീതിയാണത്. വേറൊരു അടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ വീണ്ടും നമ്മൾ ഗ്ലാസ് എടുക്കുന്നു, വീണ്ടും ഇങ്ങനെ ഒഴിക്കുന്നു, വീണ്ടും വെള്ളം ഒഴിക്കും, നര വരുന്നു, വീണ്ടും നമ്മൾ അങ്ങനെ അടിക്കരുത്, ഇതിങ്ങനെ മാറി. രണ്ടാമത്തെ മുളകും പൊടിഞ്ഞിട്ടുണ്ടേ. രണ്ടെണ്ണം അടിച്ചോ? ഇങ്ങനെ പിന്നെ മൂന്നാമത്തെ നമ്മൾ എങ്ങനെ അറിയാം? മൂന്നാമത്തെ അപ്പത്തിന്റെ അടിച്ചില്ലെങ്കിൽ സ്കോച്ചിനോട് നമ്മൾ കാണിക്കണ മര്യാദയായിരിക്കും. ഉപ്പിടിക്കുന്നു, ഒഴിക്കുന്നു, ഇതിങ്ങനെ പിടിക്കുന്നു, ഇതിങ്ങനെ അടിക്കാൻ പോകുന്നു. ആ മൂന്നാമത്തെ പൊടിയാനായിട്ട് ഇത്തിരി സമയം എടുക്കൂട്ടാ. നൊരവൊന്നില്ല. അല്ല, തീർന്നില്ല. നൊരവൊന്നില്ല. തീർന്നില്ലെന്ന്? തീർന്ന് എവിടെ തീർന്നെന്ന്? ഫുള്ളില് കംപ്ലീറ്റ് തീരാറായത്. ഇത് നല്ല പണിയായി. എന്നാ പണിയാ അറിയാ കാണിക്കുന്നത്? ആ പണം ഒരു ഫുള്ളല്ലേ ഉള്ളു. എന്താ പെട്ടെന്നാവട്ടെ. അത് മൊത്തം അടിച്ചു തീർക്കാനുള്ള പരിപാടിയാണ്. മര്യാദയാണല്ലോ കാണിക്കുന്നത്. എന്തിനാ മര്യാദ കാണിച്ച്? ഒരു ഫുള്ള് മേടിച്ചിട്ട് എല്ലാവർക്കും കൂടി അടിക്കാനുള്ളതല്ലേ? ഞാൻ ഈ വെള്ളം തുഴഞ്ഞല്ലേ, ഞാൻ ഒരെണ്ണം കഴിക്കണമെന്ന് കുഴപ്പമുള്ളത്. അങ്ങനെ ഇപ്പൊ കഴിക്കണ്ട. ഇയാളുടെ വെള്ളം തോഴൊക്കെ ഞാൻ കണ്ടതാണ്. എങ്ങനെയാണ്ടാണ് നമ്മുടെ വെള്ളം തോക്കേണ്ടത്? ആവശ്യമില്ലാത്ത ഉള്ള കാര്യം തന്നെ പറയണത്. സത്യത്തിൽ നമ്മുടെ വെള്ളം തോക്കേണ്ടതാണ്. എന്താണ്? ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഞാൻ നോക്കുമ്പോ ഈ പുള്ളിയില്ലേ പുറകോട്ട് തിരിഞ്ഞു നിന്ന് തുഴയാണ്. അതെന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പുറകോട്ട് നിന്ന് തുഴഞ്ഞതല്ല. ഞാൻ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ എന്റെ മേത്ത് വെള്ളം കുത്തിയെറിഞ്ഞു. അപ്പൊ ഞാൻ തിരിഞ്ഞു എന്തോ പാടാ കാണിച്ചത്? നിനക്കൊരു സ്പോർട്സ് സർട്ടിഫിക്കറ്റ് മര്യാദ കിട്ടവരെന്ന് ചോദിച്ചു, അല്ലാതെ ഞാൻ തോപ്പിച്ചതല്ല. പിന്നെ കള്ളത്തിനെ മൊത്തം പറയണത്. അത് ശരി. അപ്പൊ മൂത്താശാൽ നമ്മുടെ ആ മുണ്ട് പറഞ്ഞെറിഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ജയിച്ചതല്ലേ? ആര് മുണ്ട് പറിച്ചെറിഞ്ഞു? ഇവൻ പുറകോട്ട് തിരിഞ്ഞ് നിന്ന് തുഴയണ കണ്ടോണ്ട് ഞാൻ മുണ്ട് പൊക്കി കാണിച്ചതല്ലേ? മുണ്ട് കാറ്റത്ത് പോയത് എന്റെ കുഴപ്പമൊക്കെ ഉണ്ടാണോ? അത് ശരി. ഇത് മാറ്റി വെച്ചിട്ട് പറ. നിനക്കിപ്പൊ എന്താ പ്രശ്നം? എനിക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ട്. എന്ത് പറ്റി? ഇങ്ങോട്ട് വന്നേ. ഓ, ഇതിൽ അമരക്കാരനാരാണ്? അളിയൻ തന്നെ അമരക്കാരല്ലേ? അതെ. ഇതിൽ ആർപ്പോ വിളിക്കുന്ന ആരാണ്? ആർപ്പോ അളിയൻ തന്നെ വിളിക്കണം. ഞാൻ ആർപ്പോ എന്ന് വിളിച്ചിട്ട് ഈ പുള്ളി ഇറോന്ന് വെച്ചില്ല. അതെന്ത് പണിയാണ് നീ കാണിച്ചത്? അവൻ തൊണ്ട കയറി ആർപ്പ വിളിച്ചിട്ട് നീ ഇറോ കഴിഞ്ഞ മോശമായി പോയി. മര്യാദടാ. എനിക്ക് സൗകര്യം ഇല്ലാണ്ട്. സൗകര്യമില്ലാത്തത് എനിക്ക് പറ്റില്ല. നീ ഉള്ളത്തെ തൊഴിലല്ലോ. നിനക്ക് സൗകര്യം ഇതിന് സമാനം പറഞ്ഞാൽ പറ്റൂ. ഒരു കാര്യം നീ ആർപ്പ വിളിച്ചിട്ട് ഇവൻ ഇറോ വെച്ചില്ല. അത്രയല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, നീ ആർപ്പ വിളിക്കും, ഞാൻ ഇവനെ കൊണ്ട് ഇറോ ഒപ്പിക്കല്ല. പറയാം. ആശാൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ വിളിക്കാം. അവന് ഇറോ വെച്ചല്ല. ഇറോ വെച്ചല്ല, എന്റെ കയ്യിൽ നിന്ന് ബിറോ എന്ന് പറഞ്ഞാൽ മൊത്തം ഉടായി പണിയുണ്ട്. താൻ കുറെ നാളെ വള്ളം തുഴയാൻ തുടങ്ങിയിട്ട് തനിക്ക് വഞ്ചിപ്പാട്ട് അറിയാവാ? വള്ളം തുഴയണ എങ്ങനെയാണ്? പോട്ടെ, ഈ ആർപ്പോടെ അർത്ഥം അറിയാവോ എനിക്ക്? എന്തോ ആർപ്പോടെ അർത്ഥം അറിയാവോ എനിക്ക്? ആർപ്പോയ 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 ആർപ്പോ നിന്റെ അപ്പൻ. എന്റെ അപ്പനെ വിളിച്ചില്ല. 3 തവണ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നിനക്കെന്താ പ്രശ്നം? ആർപ്പ വിളിച്ചിട്ട് അവൻ ഇറോ വെച്ചില്ല. അത്രയല്ലേ ഉള്ളൂ. ഒരു കാര്യം, നീ ആർപ്പ വിളിക്ക്, നീ ഇറോ വെക്ക്. പ്രശ്നം തീരുമല്ല. നീ ആർപ്പ വെക്കടാ. ഞാൻ പറഞ്ഞ നീ കേൾക്കൂലേ? ആർപ്പോ നീ ഇറോ വെക്ക്. ഞാനാണ് ആർപ്പോടെ ആള്. ഞാൻ ആർപ്പേ വെക്കൂ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആർപ്പ വെക്കാം, നിങ്ങൾ ആർച്ച വെച്ചോ. ഈർപ്പ വെച്ചോ. അത് വെച്ചോ. ഞാൻ ആർപ്പ വെക്കാം. ആർപ്പോ
ഞാൻ പറഞ്ഞു ഞാൻ ആർപ്പോളാണ്, ഞാൻ ആർപ്പേ വെക്കുള്ളൂ. നീ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇറോളാ. അപ്പൊ ഞാനും ചമ്മിയല്ല. ഇങ്ങനെ പോയി ശരിയാവില്ല കേട്ടോ. നിങ്ങള് അളിയനാണ് നിങ്ങൾ തല്ലി പിടിക്കല്ലേ? അളിയനും അളിയനല്ലേ? നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കേണ്ടതാണ്. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമുക്ക് കപ്പ് കിട്ടിയത്. അടുത്ത പ്രാവശ്യം നമുക്ക് കപ്പ് മേടിക്കണം. അതുകൊണ്ട് ഒത്തീർപ്പാക്കി ശരിയാവില്ലല്ലോ. പിടിച്ചേ. ഓക്കെ അല്ലേ? പറ, രണ്ടുപേരും പറ. ആർപ്പോ പോവല്ലേ? അങ്ങനെ ഓക്കെ ഇല്ലേ? അപ്പൊ ഇതുപോലെ ഞാൻ ആർപ്പോ വിളിക്കാം. നമുക്ക് ഒരുമിച്ച് എല്ലാരും കൂടി ഈർപ്പോ വിളിക്കാം. ഈർച്ചോ അത് വിളിച്ചോ. പ്രശ്നം തീർന്നല്ല. അപ്പൊ ഞാൻ ഏതായാലും പ്രസിഡന്റ് ഒരെണ്ണം അടിച്ചാൽ പറ്റുള്ളൂ. ശരി, ഞാൻ ഒരെണ്ണം അടിക്കാം. ഒരെണ്ണം അടിച്ചു കൊടുത്തേ. എനിക്ക് ആ ഗ്ലാസ്സിൽ വേണ്ട. എനിക്ക് ഇതിനകത്ത് നിറച്ച് ഒരെണ്ണം ഒഴിച്ച് തന്നാ മതി. ഇതിനകത്ത് നിറച്ച ഇതിന്റെ അകത്ത് നിറയ്ക്കണമെങ്കിൽ 3 ഫുള്ളെങ്കിലും വേണ്ടി വരും. നാളെ 1-ാം തീയതി, മറ്റന്നാൾ ഡ്രൈ ഡേ. ഇത് നിറച്ച് പ്രസിഡന്റ് വേണം. ആർപ്പോ